ഒരു MLA പോലും ഇല്ലാത്ത BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഒറ്റയ്ക്ക് വേദി കയറി ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചതെന്ന് ഓർക്കാം. അപ്പോൾ എന്ത് അവകാശമാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ളത്? അവരുടെ പ്രധാനമന്ത്രി വന്നു എന്നതൊക്കെ അത് മാത്രമാണ്. അവർ പ്രധാനമന്ത്രി എന്നത് BJPയുടെ പ്രധാനമന്ത്രി അല്ലല്ലോ, കേരളത്തിൻ്റെ ഒന്നാകെയുള്ള പ്രധാനമന്ത്രിയാണല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹം ഒരു കോമാളിയായി വേദിയിൽ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ക്യാമറയിലാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരു പക്ഷേ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പം മന്ത്രി റിയാസ് പറയുന്ന വാക്കുകളുണ്ട്, കണ്ടില്ലേ, ഒരാൾ രാജീവ് സൂചിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷേ റിയാസിന് അത് പറയാൻ എത്രത്തോളം അവകാശമുണ്ട് എന്നുള്ള ചോദ്യം കൂടി ബാക്കി കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിലും ഒക്കെ ചർച്ച ചെയ്താണല്ലോ റിയാസിൻ്റെ ഭാര്യയുടെ മകനും ഒക്കെ ഈ അവലോകന യോഗത്തിൽ വന്നിരുന്നത്. അത് അല്പത്തരമല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ അല്പത്തരമാണെന്നുള്ള ഒരു സംശയവുമില്ല. പക്ഷേ ഇത് ക്ഷണിക്കാതെ വന്നതാണോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു അല്പത്തരം കൂടി അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. പിന്നൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ പ്രസംഗം ശരിക്ക് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയതാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുള്ളൊരു വേദിയിലാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിന് ഒരുപാട് കൺസേൺസ് ഉണ്ട് സമീപകാലത്ത്. അതായത് കേരളത്തിനോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന വളരെ വലുതായി ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമാണ്. കടമെടുപ്പ് പരിധി അത്രത്തോളം കുറച്ചു കൊണ്ടുവന്ന് കേരളത്തിനെ ഞെരുക്കുകയാണ് എന്നാണ് കേരളത്തിൻ്റെ വാദം. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, കടമായി കുറച്ച് കാശ് തരാമെന്ന് പറയുന്നു, അത് ഇന്ന ദിവസത്തിനുള്ളിൽ ചെലവഴിക്കണം അല്ലെങ്കിൽ അതിന് വകതിരിക്കണം എന്ന് പറയുന്നു. ഇതെല്ലാം അങ്ങനെ പറഞ്ഞ് കേരളത്തിനോട് അത്രത്തോളം അവഗണന കാണിക്കുന്നൊരു കേന്ദ്രം, ആ കേന്ദ്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. വളരെ വിമർശനാത്മകമായിട്ടല്ലെങ്കിൽ തന്നെയും ആ പ്രധാനമന്ത്രിയോട് അവിടെ ഒന്നോ രണ്ടോ വാചകത്തിൽ കേരളത്തിൻ്റെ ആവശ്യം അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി അത് ചെയ്തില്ല. നേരെ മറിച്ച് പ്രധാനമന്ത്രി എന്ത് ചെയ്തു? ഒരു തറ പ്രാസംഗികൻ്റെ നിലവാരത്തിൽ അദ്ദേഹം കേരളത്തിനെതിരെ, ഇന്ത്യ മുന്നണിക്കെതിരെയും രാഷ്ട്രീയമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ കേരളം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വലിയൊരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുത്തിയത്. പ്രധാനമന്ത്രി ഈ അവസരം വിമർശിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. ഇനി ഇതേ ഒരു സിറ്റുവേഷൻ തമിഴ്നാട്ടിലാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റാലിൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തുറമുഖത്തിൻ്റെ വികസനോദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു. പ്രധാനമന്ത്രി പറയാണ്, നമ്മുടെ ഇപ്പം അണ്ണാമല അല്ലല്ലോ പ്രസിഡന്റ്, ഇപ്പോൾ ആരാ പ്രസിഡന്റ്? പുതിയ മാറി. പോട്ടെ, അണ്ണാമലയെ നമുക്ക് സങ്കല്പിക്കാം. അണ്ണാമലയെ അവിടെ നിങ്ങളുടെ വേദിയിലിരുത്തണം എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ട സ്റ്റാലിൻ പറയൂ, ഇരിക്കട്ടെ എന്ന് പറയുമോ? തൂക്കിയെടുത്ത് എറിയില്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഈ ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയന് അത് സാധിക്കാതിരുന്നത്? താഴെ മന്ത്രി റിയാസ് ഇരുന്നിട്ട് ഇങ്ങനെ പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു കത്തയക്കാമായിരുന്നല്ലോ, ഇങ്ങനെ ഒരു പാർട്ടിയുടെ മാത്രം അധ്യക്ഷനെ വേദിയിലിരുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നൊരു കത്ത് പ്രധാനമന്ത്രിക്ക് അയക്കാമായിരുന്നല്ലോ. അത് സ്വീകരിച്ചോ അല്ലെങ്കിൽ അത് അനുവദിക്കുമോ എന്നുള്ളത് വേറെ കാര്യം. അത് ചെയ്യാമായിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ എല്ലാവരും സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് ശരിക്കും ഇന്ന് കൃത്യമായിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിച്ചു, സത്യം. പക്ഷേ നമുക്കൊരു നിലവാരമുണ്ടല്ലോ, ആ നിലവാരം നമ്മളവിടെ കാണിക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഈ അവകാശവാദം, ഇപ്പം എല്ലാവരും അവകാശവാദമാണ്. ഇത് ഞങ്ങളുടെ പോർട്ടാണെന്ന് പിന്നെ CPM പറയുന്നു, കോൺഗ്രസ് പറയുന്നു, BJP പറയുന്നു, എല്ലാവരും പറയുന്നു. ഇന്ന് എല്ലാവരും അതിൻ്റെ ഷോ ആണല്ലോ കാണിച്ചത്. ഇപ്പോൾ ഒന്ന് വിൻസെൻ്റൊക്കെ ഇന്ന് പരിപാടിക്ക് വന്നത് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് അല്ലേ? BJPക്കാരാണെങ്കിൽ നാട് നീളെ ഞങ്ങളുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന തുറമുഖമെന്ന് അത് അവകാശവാദങ്ങൾ നടക്കും, അതിൽ തർക്കമൊന്നുമില്ല. നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും അതിൽ അവരുടേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അവരുടേതായ കാര്യങ്ങൾ. ഇപ്പം വികസനം എന്നുള്ളതാണല്ലോ അവിടെ വിഷയം. വികസനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഏത് സർക്കാർ നേരിടുന്നൊരു പ്രശ്നം പ്രതിപക്ഷം അതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ച് അതിനെ വിമർശിക്കുമെന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് എന്തായാലും തുടരും. പക്ഷേ അപ്പോഴും നിശ്ചയദാർഢ്യത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളത് സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ്. ഇപ്പോൾ ദേശീയപാത വികസനം തന്നെ എടുത്തു നോക്കൂ. ദേശീയപാത വികസനം വഴിമുട്ടി നിൽക്കുകയായിരുന്നു പിണറായിക്ക് മുമ്പുള്ള സർക്കാരിൻ്റെ കീഴിൽ. അത് സത്യമാണ്. പാതയുടെ വീതിയെക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. പാത വീതി അത്ര വേണ്ട, ജനങ്ങൾ നിസ്സഹകരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആ രീതിയിലാണ് UDF അതിന് നിലപാടെടുത്തിരുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ സമരഘട്ടത്തിൽ CPM ഉണ്ടായിരുന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും പിണറായി വിജയൻ ഏകദേശമായി ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ള സത്യമാണ്. അപ്പം ഓരോ സർക്കാരിൻ്റെയും നിശ്ചയദാർഢ്യമാണ് പദ്ധതികളെ നടപ്പിലാക്കാൻ സഹായിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ക്രെഡിറ്റ്
തീർച്ചയായും പിണറായി വിജയൻ അവകാശപ്പെടാം. പക്ഷേ പിണറായി വിജയൻ മാത്രമല്ല ആ ക്രെഡിറ്റ് അവകാശപ്പെടേണ്ടത്, ഈ പറയുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പരിപാടിയിൽ BJPയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഈ അവരുടെ പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമത്തെ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു. ആ അവസരം അവർ ഉപയോഗിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.